ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മനോഹരമായ ഈ ദിവസത്തിൻ്റെ നല്ല സമയത്ത് ഹോപ്പ് ടി വിയിലൂടെ ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ തക്കവണ്ണം ദൈവം എനിക്ക് കൃപ തന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ഈ ദിവസത്തിൻ്റെ ഈ നല്ല സമയത്ത് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുന്ന വിശ്വാസത്തിൻ്റെ ഫലങ്ങൾ എന്നുള്ള ഭാഗത്തിൽ രക്ഷ എന്ന ഭാഗത്തെക്കുറിച്ചാണ്. നമ്മൾ കഴിഞ്ഞ ഭാഗങ്ങളിലെല്ലാം വിശ്വാസത്തിൻ്റെ ഫലങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയുണ്ടായി, പഠിക്കുകയുണ്ടായി. അവസാനത്തെ ഭാഗത്തേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. രക്ഷ എന്ന ഭാഗത്തേക്കാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. രക്ഷ എന്ന ഭാഗത്തെക്കുറിച്ച് ഇന്ന് നമുക്ക് അല്പമായിട്ട് ചിന്തിക്കാം. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും പ്രാർത്ഥനയോട് കൂടിയിരിക്കുക. ദൈവത്തിൻ്റെ കൃപ എല്ലാവരും കൂടിയിരിക്കുമാറാകട്ടെ. നമുക്കൊരു നിമിഷം കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യനും നീതിമാനുമായിരിക്കുന്ന അടികളുടെ സ്വർഗ്ഗത്തിലെ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, തിരുനാമത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ടതായ ദിവസത്തിൻ്റെ നല്ല സമയത്ത് അടിയങ്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വരുവാനും ദൈവത്തെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും ദൈവത്തിൻ്റെ വചനത്തെ ധ്യാനിപ്പാനും തക്കവണ്ണം ദൈവം നൽകി തന്ന വലിയ അവസരത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ കർത്താവെ, അടിയങ്ങളുടെ ഈ വചന ശുശ്രൂഷ ദൈവം അനുഗ്രഹിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കേൾവിക്കാരായിരിക്കുന്ന ഓരോ പ്രിയമക്കളെ ദൈവം അനുഗ്രഹിക്കണം. സംസാരിക്കുന്ന അടിയനെയും അങ്ങ് ശക്തീകരിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചോദിച്ചിലധികമായ നന്മകളെ കൊണ്ട് നിറയ്ക്കണം. സകലവും പൊന്നേശ്വരൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. വിശ്വാസം എന്ന ഭാഗത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. വിശ്വാസത്തിൻ്റെ ഫലങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. അതിൻ്റെ അവസാന ഭാഗത്തേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. രക്ഷ. ഏറ്റവും പരമപ്രധാനമായി മനുഷ്യ ജീവിതത്തിൽ ദൈവം ദാനമായി തന്നിരിക്കുന്ന ഒരു കാര്യമാണ് രക്ഷ എന്ന് പറയുന്നത്. ഈ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ദിനംതോറും കടന്നു വരേണ്ടത്. ഈ രക്ഷ ദൈവം ദാനമായി നമുക്ക് തന്നിരിക്കുന്ന കാര്യമാണ്. പക്ഷേ ആ രക്ഷ നമ്മൾ കൈനീട്ടി വാങ്ങേണ്ടതും ആണ്. തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം. അവിടെ ഇപ്രകാരം പറയുന്നു: കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, അതിനും നിങ്ങൾ കാരണക്കാരല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ ആകുന്നു. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, അതിനും നിങ്ങൾ കാരണക്കാരല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ ആകുന്നു. രക്ഷ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ദാനം തന്നെയാണ്. ദൈവത്തിൻ്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ് നാം ഓരോരുത്തരും ഇന്ന് ഭൂമിയിൽ ജീവനോടെ ശേഷിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ദൈവത്തിൻ്റെ കൃപ അല്ലെങ്കിൽ രക്ഷ ദാനമായി മേടിക്കുന്നതിന് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് അത് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ദിനം തോറും അടുത്ത് വരേണ്ടത് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ രക്ഷ എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിൽ മാത്രം ലഭിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം ഇപ്രകാരം നമ്മൾ വായിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം: മറ്റൊരുത്തനും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട മറ്റൊരു നാമവുമില്ല. ഒന്നുകൂടെ വായിക്കുന്നു: മറ്റൊരുത്തനും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട മറ്റൊരു നാമവുമില്ല. നാം ഏതെല്ലാം വഴിയിലൂടെ പോയാലും, ഏതെല്ലാം സ്ഥലങ്ങളിലൂടെ പോയാലും, എവിടെയെല്ലാം പോയി എന്ന് പറഞ്ഞാലും, രക്ഷ നേടി നാം എവിടെയെല്ലാം ഓടിയാലും ദൈവത്തിൻ്റെ നാമം മുഖാന്തരം അല്ലാതെ ഇന്ന് മനുഷ്യരുടെ ഇടയിൽ ആകാശത്തിൻ്റെ കീഴിൽ രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ടിരിക്കുന്ന വേറെ ഒരു നാമവും ഇല്ല. നാം രക്ഷിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ട് നാം ചെയ്യേണ്ട കാര്യം കർത്താവായ യേശുക്രിസ്തുവിൽ നീ വിശ്വസിക്കുക എന്നുള്ളതാണ്. റോമർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം ഇപ്രകാരം വായിക്കുന്നു. റോമർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം. അവിടെ പറയുന്നു: യേശുവിനെ കർത്താവ് എന്ന് വായ് കൊണ്ട് ഏറ്റുപറയുകയും ദൈവം തന്നെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. ഒന്നുകൂടെ വായിക്കുന്നു: യേശുവിനെ കർത്താവ് എന്ന് വായ് കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. തീർച്ചയായിട്ടും യേശുവിനെ കർത്താവ് എന്ന് വായ് കൊണ്ട് ഏറ്റുപറയുക എന്നുള്ളതാണ്. ദൈവം കർത്താവാണ്, യേശു എൻ്റെ ജീവിതത്തിൽ കർത്താവാണ് എന്ന് നിൻ്റെ വായ് കൊണ്ട് നീ ഏറ്റുപറയുക. ആ ഏറ്റുപറച്ചിലാണ് തീർച്ചയായിട്ടും ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. നമ്മളുടെ ജീവിതത്തിൽ ദൈവത്തിന് എന്ത് സ്ഥാനമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്? എവിടെയാണ് നമ്മളുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ സ്ഥാനം? യേശുവിന് നമ്മളുടെ ജീവിതത്തിൽ ഏത് ഭാഗത്താണ് നമ്മൾ ആക്കിയിരിക്കുന്നത്? നമ്മൾ ചിന്തിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്.
ക്രിസ്തീയ ജീവിതത്തിൽ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ എവിടെയാണ് യേശു കർത്താവിൻ്റെ സ്ഥാനം? യേശുവിനെ നമ്മൾ വെറും ഒരു കറിവേപ്പില പോലെയാണോ കാണുന്നത്? കറിവേപ്പില പോലെയാണോ എണ്ണുന്നത്? നമ്മൾ ചിന്തിക്കുക. നമ്മളുടെ ജീവിതത്തിൽ എപ്പോഴും നാം സ്വയമേ ആശ്രയിക്കുകയും സ്വയം കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയും ചെയ്യുന്ന വ്യക്തികളാണ്. തീർച്ചയായിട്ടും നമുക്കൊരു പ്രശ്നമോ പ്രയാസമോ പ്രതിസന്ധികളോ പ്രതികൂലങ്ങളോ വന്നു കഴിഞ്ഞാൽ നാം നമ്മുടേതായ വഴികളിൽ ഓടി അലഞ്ഞ് വശമായതിന് ശേഷം മാത്രമേ, അതിൽ വിഷമിച്ചതിന് ശേഷം മാത്രമേ പലപ്പോഴും ദൈവസന്നിധിയിലേക്ക് കടന്നു വരാൻ തക്കവണ്ണം നമ്മൾ ആഗ്രഹിക്കാറുള്ളൂ. എപ്പോഴും നമ്മളുടെ പ്രശ്നങ്ങൾ നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ സോൾവ് ചെയ്യാൻ തക്കവണ്ണം അല്ലെങ്കിൽ പരിഹരിക്കാൻ തക്കവണ്ണം നമ്മളെപ്പോഴും ശ്രമിക്കാറുണ്ട്. പക്ഷേ ഇവിടെ പറയുന്നത് യേശുവിനെ കർത്താവ് എന്ന് വായ് കൊണ്ട് ഏറ്റു പറയുക. ദൈവം നിൻ്റെ രക്ഷകനാണ്, യേശു നിൻ്റെ കർത്താവാണ് എന്ന് നീ നിൻ്റെ വായ് കൊണ്ട് നീ ഏറ്റു പറയുന്നിടത്താണ്, അതാണ് ദൈവം നിന്നെ നിന്ന് ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും ആ ഒരു ഏറ്റുപറച്ചിൽ എപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള കാര്യമാണ്. അതുകൂടാതെ തന്നെ ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യുക. ദൈവം എനിക്ക് വേണ്ടി ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചു, ഈ ഭൂമിയിൽ മനുഷ്യനായി എനിക്ക് വേണ്ടി ജീവിച്ചു, ഈ ഭൂമിയിൽ മനുഷ്യനായി എനിക്ക് വേണ്ടി ദൈവം പ്രവർത്തിച്ചു, ഈ ഭൂമിയിൽ എനിക്ക് വേണ്ടി മനുഷ്യനായി കഷ്ടപ്പാടുകൾ സഹിച്ചു, ഈ ഭൂമിയിൽ മനുഷ്യനായി ദൈവം എനിക്ക് വേണ്ടി മരിച്ചു. അതേ ദൈവം തന്നെ എനിക്ക് വേണ്ടി മരണത്തെ ജയിച്ച് സ്വർഗാരോഹണം ചെയ്തു, ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തു എന്നും വിശ്വസിക്കേണ്ടതാകുന്നു. അങ്ങനെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് രക്ഷ എന്നത് ദാനമായി ലഭിക്കും എന്ന് വചനം വളരെ വ്യക്തമായി പറയുന്നു. പക്ഷേ ഇന്ന് നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മൾ ദൈവത്തെ ആരാധിക്കാനും ദൈവത്തെ മഹത്വപ്പെടുത്താനും എല്ലാം ദൈവാലയങ്ങളിൽ കടന്നു പോകാറുണ്ട്, പ്രാർത്ഥിക്കാനെല്ലാം സമയം കണ്ടെത്താറുണ്ട്. പക്ഷേ എപ്പോഴോ എവിടെയൊക്കെയോ നമ്മളുടെ ഹൃദയത്തിൻ്റെ ഏതോ ഒരു കോണിലേക്ക് ദൈവം മാറിപ്പോയി നമ്മളുടെ പ്രശ്നങ്ങളും നമ്മളുടെ പ്രയാസങ്ങളും അതുപോലെ നമ്മുടെ മുൻഗണനകളും മറ്റു പല കാര്യങ്ങൾക്ക് മാത്രമായി ഒതുങ്ങുന്നതായിട്ട് നമ്മൾ കാണുന്നു. മറ്റു പല കാര്യങ്ങളിലേക്ക് നമ്മളുടെ ശ്രദ്ധ പോകുന്നതായി നമുക്ക് കാണാതെ കൊണ്ട് സാധിക്കുന്നു. ഇന്ന് നമ്മളുടെ ഹൃദയത്തിൽ എവിടെയാണ് ദൈവത്തിന് നാം സ്ഥാനം കൊടുത്തിരിക്കുന്നത്? എവിടെയാണ് നാം ദൈവത്തെ ആക്കി വെച്ചിരിക്കുന്നത്? ഇത് നമ്മളുടെ ജീവിതത്തിൽ, നമ്മളുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ, നമ്മളുടെ ദൈനംദിനമായിട്ടുള്ള ചിന്തകളിൽ, നമ്മളുടെ നടപ്പിൽ, നമ്മളുടെ പെരുമാറ്റത്തിൽ എവിടെയാണ് ദൈവത്തിൻ്റെ സ്ഥാനം നമ്മൾ കൊടുത്തിരിക്കുന്നത്? നമ്മൾ പഠിക്കുന്നു പ്രഥമ സ്ഥാനം എപ്പോഴും ക്രിസ്തുവിനായിരിക്കണം അല്ലെങ്കിൽ ദൈവത്തിനായിരിക്കണം എന്ന് നമ്മളെപ്പോഴും പഠിക്കുന്നു. അങ്ങനെ പഠിച്ചിരുന്നു കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും പ്രഥമ സ്ഥാനം നാം ക്രിസ്തുവിന് നൽകാറുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കാം. വെറുതെ വായ കൊണ്ട് ഏറ്റു പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ ക്രിസ്തുവിനെക്കുറിച്ച് അനേകം പ്രസംഗങ്ങൾ നടത്തിയതുകൊണ്ടോ ഒരുപാട് പ്രാർത്ഥിച്ചതുകൊണ്ടോ ഒന്നും കാര്യമായില്ല. വചനം പറയുന്നത് ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. വെറുതെ ഏറ്റു പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അനേകം പ്രസംഗങ്ങൾ നടത്തിയതുകൊണ്ടോ ഒരുപാട് പ്രാർത്ഥനകൾ നടത്തിയതുകൊണ്ടോ ഒരുപാട് രോഗസൗഖ്യങ്ങൾ നൽകിയതുകൊണ്ടോ ഒരു കാര്യവുമില്ല. എനിക്ക് വേണ്ടി ദൈവം മരിച്ചു, എനിക്ക് വേണ്ടി ദൈവം കഷ്ടപ്പാടുകളെ സഹിച്ചു, എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം ക്രൂശിൽ യാഗമായി എന്ന് എപ്പോൾ നീ വിശ്വസിക്കുന്നു? ആ വിശ്വാസമാണ് നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അധികമായി വേണ്ടത്. ഈ വിശ്വാസമാണ് ഓരോ ആത്മീയ വിശ്വാസിയുടെയും ആത്മീയ ജീവിതത്തിൻ്റെ അടിത്തറയായി മാറേണ്ടത്. നമ്മുടെ പൂർവ്വപിതാക്കന്മാരായാലും പ്രവാചകന്മാരായാലും ഇവരെല്ലാം തന്നെ ആ വിശ്വാസത്തിൽ അടിയുറച്ച് നിന്നവരാണ്. ദൈവം അവരെ വഴി നടത്തും. എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരകനായി എൻ്റെ ജീവിതത്തിൽ ദൈവമുണ്ട്. ആ ദൈവത്തെ എൻ്റെ ജീവിതത്തിലെ പ്രഥമ സ്ഥാനത്ത് ഞാൻ ആക്കും എന്ന ഉറച്ച തീരുമാനത്തോടു കൂടി മുന്നോട്ട് പോയവരാണ് നമുക്ക് മുന്നേ കടന്നുപോയ നമ്മുടെ പിതാക്കന്മാരും നമ്മുടെ പ്രവാചകന്മാരും. അതുകൊണ്ട് തന്നെ ദാനിയേലിനെ നോക്കിയാൽ, ശദ്രകിനെയും മേശക്കിനെയും അബേദ്നെഗോവിനെയും നോക്കിയാൽ ഇവരെല്ലാം തന്നെ എൻ്റെ ദൈവം എന്നെ വഴി നടത്തും, എൻ്റെ ദൈവം എന്നെ രക്ഷിക്കും എന്നുള്ള ഉറച്ച ബോധ്യത്തോടു കൂടി അവരുടെ ജീവിതം മുന്നോട്ട് നയിച്ചവരായിരുന്നു. നമ്മൾ കഴിഞ്ഞ ഭാഗങ്ങളിലെല്ലാം അവർ ആ ഒരു ഭാഗത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. അങ്ങനെ ചിന്തിക്കുമ്പോൾ വീണ്ടും അതിനെക്കുറിച്ച് നമ്മൾ ആഴമായിട്ട് ചിന്തിക്കുമ്പോൾ ശദ്രക്കും മേശക്കും അബേദ്നെഗോവും ദാനിയേലും മാത്രമല്ല മറ്റനേകം ആളുകളെക്കുറിച്ച് നമുക്ക് കാണാൻ തക്കവണ്ണം സാധിക്കും. എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ നന്മകളെ പ്രവർത്തിക്കും, എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ പ്രവർത്തിക്കും എന്ന് ഉറച്ച് വിശ്വസിച്ച അനേകരെ കാണാൻ തക്കവണ്ണം സാധിക്കും. എലീശ പ്രവാചകനെക്കുറിച്ച് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. എലീശ പ്രവാചകൻ
അവിടെ എലീശ പ്രവാചകൻ്റെ ശിഷ്യൻ ഒരുപാട് രാജസൈന്യങ്ങൾ അവരെ ആക്രമിക്കാനായിട്ട് വരുമ്പോൾ അവൻ പേടിച്ച് ഭയപ്പെട്ട് ഓടി പ്രവാചകൻ്റെ അടുത്ത് വന്നിട്ട് ആ പ്രവാചകനോട് പറയുന്നു, പ്രവാചക, രാജസൈന്യം നമ്മളെ ആക്രമിക്കാനായിട്ട് വരുന്നു എന്ന് പറയുമ്പോൾ വളരെ സൗമ്യമായിട്ടിരുന്നു കൊണ്ട് യാതൊരുവിധ പേടിയോ യാതൊരുവിധ വെപ്രാളമോ ഒന്നുമില്ലാതെ ആ പ്രവാചകൻ ഒരു മറുപടി കൊടുക്കുന്നത് എന്താണ്? ദൈവത്തോട് പറയുന്നത്, ദൈവമേ, ഇവൻ്റെ കണ്ണിനെ നീ തുറക്കണം, ഇവൻ്റെ കണ്ണിനെ നീ തുറക്കണം. ദൈവം ആ ബാല്യക്കാരൻ്റെ കണ്ണ് തുറന്നു. അവൻ കണ്ടതെന്താണ്? ഊരിപ്പിടിച്ചിരിക്കുന്ന വാളുമായി അനേകായിരം സൈന്യങ്ങൾ ആ മലയ്ക്ക് ചുറ്റും നിൽക്കുന്നത് അവൻ കണ്ടു. തൻ്റെ രക്ഷയ്ക്കായിട്ട്, തന്നെ രക്ഷിക്കുന്നതിനായിട്ട് ദൈവത്തിൻ്റെ സൈന്യം അവിടെ സദാ സന്നദ്ധരായിട്ട് നിൽക്കുന്നത് അവൻ കണ്ടു. തീർച്ചയായിട്ടും ആ ഒരു വിശ്വാസമാണ് ഇന്ന് എനിക്കും നിങ്ങൾക്കും വരേണ്ടത്. നമ്മളുടെ ഹൃദയത്തിൽ ആ ഒരു വിശ്വാസമാണ് എപ്പോഴും വേണ്ടത്. ഇങ്ങനെ നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ രക്ഷയുടെ അവകാശം നമുക്ക് നൽകപ്പെടും. പക്ഷെ നമ്മളെപ്പോഴും പാപമംഗലമായിട്ടുള്ള സ്വഭാവവും പാപമംഗലമായിട്ടുള്ള ജീവിതവും നയിക്കുന്നവരാണ്. എപ്പോഴും നമ്മൾ പല രീതിയിലും, നമ്മുടെ സംസാരത്തിലായിക്കോട്ടെ, നമ്മുടെ പെരുമാറ്റത്തിലായിക്കോട്ടെ, നമ്മളുടെ ചിന്തയിലായിക്കോട്ടെ, എപ്പോഴും നമ്മൾ പാപത്തെക്കുറിച്ച് ചിന്തിക്കുന്നവരാണ്. നമ്മൾ പാപികളാണ്. ഇത് നമ്മൾ എപ്പോഴാണ് മനസ്സിലാക്കുന്നത്? ഞാനൊരു പാപിയാണ് എന്ന് എപ്പോൾ നമുക്ക് പൂർണ്ണ ബോധ്യം വരുന്നോ, ആ പൂർണ്ണ ബോധ്യം വരുന്ന സമയത്താണ് ക്രിസ്തുവിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത്. ആ സമയത്താണ് യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യേണ്ട സാഹചര്യം വരുന്നത്. ആദ്യമേ ഞാനൊരു പാപിയാണ്, ഞാൻ എൻ്റെ ജീവിതത്തിൽ പാപങ്ങളെ സംഭവിച്ചിട്ടുണ്ട്, പാപങ്ങൾ വന്നു പോയിട്ടുണ്ട്, എൻ്റെ ജീവിതത്തിൽ പോരായ്മകൾ വന്നു പോയിട്ടുണ്ട്, എൻ്റെ ജീവിതത്തിൽ കുറവശങ്ങൾ വന്നു പോയിട്ടുണ്ട്, എൻ്റെ ജീവിതത്തിൽ ലംഘനങ്ങൾ വന്നു പോയിട്ടുണ്ട്. അതെല്ലാം ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ ഉപേക്ഷിച്ച് ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ച് ആ ദൈവത്തിന് വേണ്ടി പൂർണ്ണമായി സമർപ്പിക്കാൻ തക്കവണ്ണം നമ്മൾ ഒരുക്കം ആണ് എങ്കിൽ ആ കൃപ ധാരാളമായി, രക്ഷ ധാരാളമായി പകർന്നു തരുന്നതിന് വേണ്ടി ദൈവം ഒരുക്കമാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിലൂടെ കർത്താവായ യേശുക്രിസ്തു ഭൂമിയിൽ വന്നു, നമുക്ക് വേണ്ടി മരിച്ചു, ക്രൂശിക്കപ്പെട്ടു. ആ ഒരു സംഭവത്തോടു കൂടി, അല്ലെങ്കിൽ ആ ഒരു പ്രൊസീജിയറോടുകൂടി രക്ഷാ പദ്ധതി ദൈവം പൂർത്തീകരിച്ച് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നു. ആ രക്ഷയുടെ വാതിൽ നമുക്ക് മുന്നിൽ ദൈവം തുറന്നു വെച്ചു. ലൂസിഫറിനാൽ പറ്റിപ്പോയ പാപം, അല്ലെങ്കിൽ ലൂസിഫർ തെറ്റിച്ചത് മുഖാന്തരം ഈ ഭൂമിയിൽ തെറ്റിപ്പോയ ആദാമിൽ നിന്നും ഹവ്വയിൽ നിന്നും വന്ന പാപം, ഈ ഭൂമിയിൽ നിറഞ്ഞ പാപം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണത്തോടു കൂടി, ക്രൂശ് മരണത്തോടു കൂടി എന്നേക്കുമായി ഒരു രക്ഷയുടെ അനുഭവം ഇവിടുത്തെ ജനത്തിന് ദാനമായി കൊടുത്തു. ഒരു വാക്യം നമുക്ക് വായിക്കാം. റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 23-ാം വാക്യം. റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 23-ാം വാക്യം. പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിൻ്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. പാപം ചെയ്ത് വഴിതെറ്റിപ്പോയ ആദാമിനും ഹവ്വയ്ക്കും അവരുടെ ശമ്പളം മരണമായിരുന്നു. മരണം ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു. പക്ഷേ അവിടെയും ഒരു നിത്യജീവൻ ഉണ്ട് എന്നും ആ നിത്യജീവനിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാമെന്നും ആ നിത്യജീവൻ്റെ വാതിൽ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ തുറന്നു തരാം എന്നുള്ള പൂർണ്ണ ഒരു ബോധ്യത്തോടെ, അല്ലെങ്കിൽ ഒരു വാഗ്ദത്വത്തോടു കൂടി നമ്മളുടെ മുമ്പിലേക്ക്, നമ്മളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന ആളാണ് കർത്താവായ യേശുക്രിസ്തു. ആ കർത്താവായ യേശുക്രിസ്തുവിലൂടെ നിത്യജീവൻ്റെ രക്ഷയുടെ വാതിൽ നമുക്ക് മുമ്പിൽ തുറക്കപ്പെട്ടു. പക്ഷേ നാം ഇപ്പോഴും ആ വാതിലിലേക്ക് നോക്കാതെ, ആ വാതിലിലൂടെ കടക്കാതെ ആദാമും ഹവ്വയും എങ്ങനെ തെറ്റിപ്പോയോ അതേ രീതിയിൽ തന്നെ വീണ്ടും തെറ്റിപ്പോയിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ തക്കവണ്ണം സാധിക്കുന്നു. ആദാമും ഹവ്വയും ഏത് രീതിയിലാണോ തെറ്റിപ്പോയത്, അവരെ സാത്താൻ ഏത് രീതിയിലാണോ തെറ്റിച്ചത്, അതേ രീതിയിൽ ഇന്ന് എന്നെയും നിങ്ങളെയും തെറ്റിക്കുന്നതിന് വേണ്ടി സാത്താൻ അതിശക്തമായി, അവൻ അലറുന്ന സിംഹം എന്നോണം ഈ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏത് വിധേനയും ദൈവത്തിൻ്റെ ജനത്തെ ദൈവത്തിൽ നിന്ന് അകറ്റി കളയുന്നതിന് വേണ്ടിയിട്ട് ആദാമിനെ ഹവ്വയും എങ്ങനെ തെറ്റിച്ചോ അതേ രീതിയിൽ തന്നെ ദൈവം ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്ന് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ സാത്താൻ പറയുന്നു അതൊന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഉദാഹരണം പറഞ്ഞാൽ വെളിപാടിൻ്റെ പ്രവചനം 14-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം. ദൈവകൽപ്പനയും യേശുവിലുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ട് ഇവിടെ ആവശ്യം. വെളിപാടിൻ്റെ പ്രവചനം 14-ാം അധ്യായം 12-ാം വാക്യം. ദൈവകൽപ്പനയും യേശുവിലുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ട് ഇവിടെ ആവശ്യം. അങ്ങനെ ഇരിക്കെ ഈ ദൈവകൽപ്പനയുടെ ആവശ്യം ഇല്ല എന്ന് പൈശാചികൻ ജനത്തെ പറഞ്ഞ് പഠിപ്പിക്കുന്നു.
ദൈവം പറയുന്നു, നീ കൽപ്പനകൾ അനുസരിക്കേണ്ടതാകുന്നു, നീ എൻ്റെ ന്യായപ്രമാണങ്ങൾ അനുസരിക്കേണ്ടതാകുന്നു. വചനം പറയുന്നു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കും. എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു എന്ന് 1 യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വളരെ വ്യക്തമായി പറയുന്നു. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കേണ്ടതാണോ? ഈ ന്യായപ്രമാണങ്ങൾ അനുസരിച്ച് തൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് ആ രക്ഷ എന്ന പദ്ധതിയിലേക്ക് കടന്നു ചെല്ലാൻ തക്കവണ്ണം ദൈവം നമ്മളെ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ്. അതിനു വേണ്ടിയിട്ടാണ് നിത്യജീവൻ്റെ വാതിൽ കർത്താവായ യേശുക്രിസ്തു തൻ്റെ ക്രൂശ് മരണത്തിലൂടെ ഉയർത്തെഴുന്നേൽപ്പിലൂടെ നമുക്ക് കാണിച്ചു തന്നത്, അല്ലെങ്കിൽ തുറന്നിട്ട് തന്നത്. ആ രക്ഷയുടെ വാതിലിലൂടെയാണ് ഇന്ന് നമ്മൾ കടക്കേണ്ടത്. ദാനമായി കിട്ടുന്ന രക്ഷ, ദൈവത്തിലുള്ള വിശ്വാസത്തിലൂടെ, ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്നുള്ള പൂർണ്ണ വിശ്വാസത്തിലൂടെ നേടിയെടുക്കേണ്ട ഒന്നാണ് രക്ഷ എന്ന പദ്ധതി. ആ പദ്ധതി ഇന്ന് വലിയവനായ ദൈവം നമ്മളുടെ മുമ്പിൽ ഇന്ന് പകൽക്കാലം തുറന്നു വച്ചിരിക്കുകയാണ്. ആ രക്ഷാ പദ്ധതിയിലൂടെ കടന്ന് ആ ദൈവത്തിൻ്റെ വലിയ സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലാൻ തക്കവണ്ണം, ആ നിത്യസ്വർഗത്തിലേക്ക്, ആ നിത്യ കനാൻ ദേശത്തേക്ക് കടന്നു ചെല്ലുവാൻ തക്കവണ്ണം ഇന്ന് പകൽക്കാലം എന്നെയും നിങ്ങളെയും ദൈവം വിളിക്കുകയാണ്. നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പാപങ്ങളുണ്ടാവാം, നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പോരായ്മകളുണ്ടാവാം, നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കുറവശങ്ങളുണ്ടാവാം, ലംഘനങ്ങളുണ്ടാവാം. പക്ഷേ അതെല്ലാം മായ്ച്ചു തരുവാനും അതെല്ലാം ക്ഷമിച്ചു തരുവാനും ദൈവം ഒരുക്കമാണ് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. പക്ഷേ ആ കല്ലെറിഞ്ഞു കൊണ്ടുവന്ന സ്ത്രീയെക്കുറിച്ച് നമ്മൾ ഒരിക്കൽ കൂടി ഒന്ന് ചിന്തിക്കണം. ആ കല്ലെറിഞ്ഞു കൊണ്ടുവന്ന സ്ത്രീയെക്കുറിച്ച് നമ്മൾ ഒരിക്കലൊന്ന് ചിന്തിക്കണം. അവളോട് ദൈവം പറഞ്ഞു, നിൻ്റെ പാപങ്ങളെല്ലാം മോചിച്ചിരിക്കുന്നു, പക്ഷേ ഇനി നീ എന്ത് ചെയ്യരുത്, ഇനി മേലാൽ പാപം ചെയ്യരുത്. നാം നമ്മളുടെ കുറ്റങ്ങളും കുറവശങ്ങളും ലംഘനങ്ങളും അകൃത്യങ്ങളും എല്ലാം ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ കടന്നു വരാൻ ഒരുക്കമായി നിൽക്കുകയാണെങ്കിൽ അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചതിന് ശേഷം ഇനി മേലാൽ പാപം ചെയ്യരുത്. ക്രൂശിൽ കിടക്കുന്ന കള്ളൻ്റെ കാര്യം നമുക്കറിയാം. അവൻ ആ നിമിഷം എന്ത് ചെയ്തു? ദൈവത്തെ സ്വന്തം രക്ഷിതാവായി അവൻ ഏറ്റുപറഞ്ഞു. ദൈവത്തെ സ്വന്തം രക്ഷിതാവായി അവൻ സ്വീകരിച്ചു. അവൻ വായ് കൊണ്ട് യേശുവിനെ കർത്താവെന്ന് അവൻ ഏറ്റുപറഞ്ഞു. ആ വലതുവശത്ത് കിടന്ന കള്ളൻ അവൻ പറഞ്ഞു, എന്താണ്? കർത്താവെ, നീ രാജ്യത്വം പ്രാപിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ. കർത്താവ് പറഞ്ഞു, ഇന്ന് ഞാൻ നിന്നോട് പറയുന്നു, നീ എന്നോട് കൂടെ പറുദീസയിലിരിക്കും. ഇന്ന് ഞാൻ നിന്നോട് പറയുന്നു, നീ എന്നോട് കൂടെ പറുദീസയിലിരിക്കും. ഇതാണ് അതിൻ്റെ കൃത്യമായ വാക്ക്. നീ എന്നോട് കൂടെ പറുദീസയിലിരിക്കും. ആ വാക്കിന് യാതൊരു സംശയവുമില്ല. ആ രക്ഷ അവന് വേണ്ടി തുറക്കപ്പെട്ടു. അവൻ ആ രക്ഷയുടെ വാതിലിലൂടെ അവൻ കടന്നു. അവന് വേണ്ടി നിത്യജീവൻ്റെ വാതിൽ തുറന്നു. അവൻ ആ നിത്യജീവൻ്റെ വാതിലിലൂടെ അവൻ കടന്നു. അവൻ രക്ഷിക്കപ്പെട്ടു. അവന് നിത്യജീവൻ അവകാശമായി ലഭിച്ചു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. തീർച്ചയായിട്ടും നമ്മളുടെ മുമ്പിലും ഇതുപോലെ പല അവസരങ്ങളിലും പലപ്പോഴായി പലയിടങ്ങളിൽ വെച്ച് രക്ഷയുടെ വാതിൽ, നിത്യജീവൻ്റെ വാതിൽ നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടുന്നുണ്ട്. പക്ഷേ നാം പലപ്പോഴും ആ വാതിലിന് നേരെ കണ്ണടയ്ക്കുന്നവരാണ്. നമ്മളുടെ പാപങ്ങൾ നിറഞ്ഞ ജീവിതം കൊണ്ട്, ആ പാപം നിറഞ്ഞ ഹൃദയം കൊണ്ട് നമ്മളെപ്പോഴും ആ രക്ഷയുടെ വാതിലിന് നേരെ മുഖം തിരിക്കുന്നവരാണ്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നൊരു കാര്യം, രക്ഷാ പദ്ധതി അല്ലെങ്കിൽ ആ രക്ഷയുടെ വാതിൽ അത് നമ്മളുടെ മുമ്പിൽ തുറന്നു കിട്ടണമെങ്കിൽ യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റുപറയുകയും ദൈവമാനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. തീർച്ചയായിട്ടും ആ രക്ഷയുടെ വാതിൽ നമ്മുടെ മുമ്പിൽ തുറന്ന് കിട്ടുക തന്നെ ചെയ്യും. ഒന്നുകൂടെ ആ വാക്യം ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 23-ാം വാക്യം. റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യം. പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിൻ്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. നമ്മൾ ഭൗമികമായിട്ട് മരിച്ചെങ്കിൽ പോലും, ഭൗമികമായിട്ട് മരിച്ചാൽ പോലും നിത്യജീവൻ നമുക്ക് ലഭിക്കുന്നുവെങ്കിൽ, നിത്യജീവന് നമ്മൾ അവകാശികളാകുന്നുവെങ്കിൽ, കർത്താവായ യേശു ക്രിസ്തു തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കാനായിട്ട് വാനമേഘങ്ങളിൽ വരുമ്പോൾ ആ എടുക്കപ്പെടുന്ന വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ ഞാനും നിങ്ങളും കാണപ്പെടും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതല്ല എങ്കിൽ പാപത്തിൻ്റെ ശമ്പളമാകുന്ന മരണവും പറ്റി ഈ ഭൂമിയിലെ മരണത്തോടുകൂടി എന്നേക്കുമായി പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യ അഗ്നിയിലേക്ക് ഞാനും നിങ്ങളും എറിയപ്പെട്ടു പോകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഒരു തീരുമാനം നമ്മൾ എടുക്കുക. നമ്മുടെ ജീവിതത്തിൽ നാം ഒരു തീരുമാനമെടുക്കുക. ആ വിശുദ്ധന്മാരുടെ കൂടെ പെടേണ്ടവരാണോ നാം, അതോ സാത്താനും അവൻ്റെ ദൂതന്മാർക്കും വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന നിത്യ അഗ്നിയിലേക്ക് എണ്ണപ്പെടേണ്ടവരാണോ നാം എന്ന് ചിന്തിച്ചു നോക്കി ഉചിതമായൊരു തീരുമാനമെടുക്കുക. ഇതുവരെ നമ്മളുടെ ഹൃദയത്തിൻ്റെ വാതിൽ ദൈവത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ ആ കൃപയുടെ വാതിൽ തുറക്കുന്നതിന് വേണ്ടി, ആ കൃപയുടെ വാതിലേക്ക് കടക്കുന്നതിന് വേണ്ടി നമ്മളുടെ ജീവിതങ്ങളെ നമ്മൾ ഒരുക്കിയിട്ടില്ല എങ്കിൽ, ഇന്ന് ഈ വചനം കേൾക്കുന്ന സമയം മുതൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, നമുക്ക് ഒരുങ്ങാൻ തുടങ്ങാം.
കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങാൻ തുടങ്ങാം. രക്ഷയുടെ പദ്ധതി അവൻ എന്നേക്കുമായി നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന ആ രക്ഷയുടെ പദ്ധതിയിലേക്ക് കടന്നു ചെല്ലുന്നതിനായിട്ട് നമുക്ക് ഒരുങ്ങാം. അങ്ങനെ ഒരുങ്ങിക്കൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൽ തന്നെ ചേർക്കുന്ന തൻ്റെ വിശുദ്ധന്മാരോടൊപ്പം ഞാനും നിങ്ങളും എണ്ണപ്പെടുവാൻ തക്കവണ്ണം ഇടയാകണം. അങ്ങനെ ഇടയായില്ല എങ്കിൽ നമ്മൾ ബൈബിൾ വായിക്കുന്നതും നമ്മൾ പ്രാർത്ഥിക്കുന്നതും നമ്മൾ പ്രസംഗിക്കുന്നതും നമ്മൾ അനേകർക്ക് വേണ്ടി അനേക കാര്യങ്ങൾ ചെയ്യുന്നതും എല്ലാം വൃഥാവായി പോകും. അതുകൊണ്ട് ഇന്ന് മുതൽ നമ്മളുടെ ജീവിതത്തിൽ ഒരു പുതിയ തീരുമാനം എടുക്കാൻ തക്കവണ്ണം നമുക്ക് തുടങ്ങാം. അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം ഞാൻ ഒരിക്കൽ കൂടി വായിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം. മറ്റൊരുത്തരിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട മറ്റൊരു നാമവുമില്ല. മറ്റൊരുത്തരിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി ആ മനുഷ്യരുടെ ഇടയിൽ ആകാശത്തിന് കീഴിൽ നൽകപ്പെട്ട മറ്റൊരു നാമവുമില്ല. തീർച്ചയായിട്ടും നമുക്ക് വേണ്ടി മരിച്ച മറ്റൊരാളും തന്നെയില്ല. നമുക്ക് വേണ്ടി സ്വന്തം ജീവനെ നൽകി തന്ന വേറൊരാളുമില്ല. നമുക്ക് വേണ്ടി അടികളേറ്റ നമ്മളുടെ പാപങ്ങൾക്ക് വേണ്ടി അടികളേറ്റ വേറൊരാളുമില്ല. നമുക്ക് വേണ്ടി മുൾക്കിരീടം ചൂടിയ വേറൊരാളില്ല. നമുക്ക് വേണ്ടി വിലാപ്പുറത്ത് കുന്തം കൊണ്ട് കുത്തുകിട്ടിയ വേറെ ആരുമില്ല. നമുക്ക് വേണ്ടി ക്രൂശിൽ 3 ആണിമേൽ തൂങ്ങിയ വേറെ ആരുമില്ല. നമുക്ക് വേണ്ടി ആ ക്രൂശിൽ കിടന്നുകൊണ്ട് അലമുറയിട്ട് കരഞ്ഞ് പിതാവായ ദൈവത്തോട് പ്രാർത്ഥിച്ച മറ്റൊരാളില്ല. നമുക്ക് വേണ്ടി അടക്കപ്പെട്ട മറ്റൊരാളില്ല. നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ മറ്റൊരാളില്ല. നമുക്ക് വേണ്ടി ഇന്നും പിതാവിൻ്റെ സന്നിധിയിൽ പക്ഷപാതം ചെയ്യുന്ന മറ്റൊരാളില്ല. നമുക്ക് വേണ്ടി യാചിക്കുന്ന മറ്റൊരാളില്ല. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട മറ്റൊരു നാമവും ഇല്ല. അവൻ്റെ നാമം യേശു എന്നാകുന്നു. അവൻ്റെ നാമം യേശു എന്നാകുന്നു. യേശു കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും എന്ന് യോശുവ പറഞ്ഞതുപോലെ തീർച്ചയായിട്ടും ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും എന്ന ഉത്തമ ബോധ്യത്തോടെ ഒരു തീരുമാനത്തോടെ നമുക്കിന്ന് ഒരു തീരുമാനമെടുക്കാം. ഇന്നെന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, നമ്മളുടെ ജീവിതത്തിലെ തെറ്റുകുറ്റങ്ങളും കുറവശങ്ങളും പോരായ്മകളും എല്ലാം ഉണ്ടെങ്കിൽ പോലും ആ പോരായ്മകളും ആ കുറവശങ്ങളും എല്ലാം ക്ഷമിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ കുറവശങ്ങളും നമ്മുടെ ലംഘനങ്ങളും എല്ലാം മായ്ച്ചു തന്നുകൊണ്ട് നമ്മളെ തൻ്റെ മാർവോട് ചേർക്കാൻ തക്കവണ്ണം കർത്താവായ യേശുക്രിസ്തു എപ്പോഴും സന്നദ്ധനായി നമുക്ക് മുന്നിൽ ഉണ്ട് എന്നതിന് യാതൊരു സംശയമില്ല. തീർച്ചയായിട്ടും ആ ഒരു ഉത്തമ ബോധ്യത്തോടെ രക്ഷയുടെ പദ്ധതി എനിക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നു എന്ന ഉത്തമ ബോധ്യത്തോടെ, ആ നിത്യജീവൻ്റെ വാതിൽ എൻ്റെ മുമ്പിൽ തുറന്നു വെച്ചിരിക്കുന്നു എന്ന ഉത്തമ ബോധ്യത്തോടെ നമ്മളുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ തക്കവണ്ണം നമുക്ക് ശ്രമിക്കാം. ഇതുവരെയും നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ, പാവങ്ങളെല്ലാം പുറത്തു തരുവാൻ തക്കവണ്ണം ദൈവം ഇതാ ഒരുങ്ങി ഞങ്ങളുടെ മുമ്പിൽ കൈകളെ നീട്ടി നിൽക്കുന്നു. എന്നെയും നിങ്ങളെയും ദൈവം ഇന്ന് പകൽക്കാലം ആ രക്ഷയുടെ വാതിലിലേക്ക്, ആ നിത്യജീവൻ്റെ വാതിലിലേക്ക് വിളിക്കുകയാണ്. നമുക്ക് കടന്നു ചെല്ലാം, ആ നിത്യജീവനിലേക്ക് കടന്നു ചെല്ലാം. അങ്ങനെ കടന്നു ചെന്നുകൊണ്ട് ആ അനേകർക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന ആ വലിയ സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളായി തീരുവാൻ തക്കോണം, കുഞ്ഞാടിനോടൊപ്പം അവൻ ഇരിക്കുന്നിടത്ത് ഇരിക്കുവാനുള്ള അവകാശം നേടുവാൻ തക്കോണം ഇന്നു മുതൽ നമുക്കൊരുങ്ങാം. അതിനായിട്ട് ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാട്ടെ. നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. അടിങ്ങൾ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, അടിങ്ങൾ വചനത്തിൽ വായിച്ച് കേട്ടതുപോലെ ആ രക്ഷയുടെ വാതിൽ അടിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നു. ആ നിത്യജീവൻ്റെ വാതിൽ അടിങ്ങൾക്ക് വേണ്ടി തുറന്നു തന്നിരിക്കുന്നു. അടികളുടെ ജീവിതങ്ങളെ പുതുക്കി ആ രക്ഷയുടെ അനുഗ്രഹം പ്രാപിച്ച് ആ നിത്യജീവൻ്റെ വാതിലിലൂടെ കടക്കുവാൻ തക്കവണ്ണം അടികളെ ശക്തീകരിക്കണമേ, ബലം നൽകുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കേൾവിക്കാരായിരിക്കുന്ന ഓരോ പ്രിയമക്കളെയും അങ്ങ് അനുഗ്രഹിക്കണം. വചനം സംസാരിച്ച അടിയനെയും അങ്ങ് ശക്തീകരിച്ച കൃപയ്ക്കായി സ്തോത്രം. അടികൾ ചോദിച്ച കുറവാണെങ്കിലും ധാരാളമായ നന്മകളായി നിറയ്ക്കണം. സകലവും പൊന്നേ തമ്പുരാൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.